ഹല്ലേലൂയ. യോസഫേ, നീ കണ്ട ഒരു സ്വപ്നം, പൊട്ടക്കിണറ്റിൽ നീ കിടന്നുരുകുമ്പോഴും ദൈവം പറഞ്ഞ വാഗ്ദത്തം, ദൈവം കാണിച്ച സ്വപ്നം നിന്നിൽ നിന്ന് കർത്താവ് എടുത്ത് മാറ്റുകയില്ല. സഹോദരങ്ങൾക്കും വീട്ടുകാർക്കും ആർക്കും നിന്റെ സ്വപ്നത്തെ ഒന്ന് പുകഴ്ത്തി കാണുവാനോ അതിനെ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാനോ ആർക്കും കഴിയത്തില്ലെങ്കിലും ആ സ്വപ്നം കാണിച്ചവൻ നിന്റെ കൂടെയുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമായിട്ടാണോ ആളുകൾ പ്രവർത്തിക്കുന്നത്? സഹോദരങ്ങൾ നിന്റെ സ്വപ്നങ്ങൾക്കെതിരെയാണോ നിൽക്കുന്നത്? നീ പ്രാർത്ഥിക്കുക, നിന്റെ സ്വപ്നത്തെ നിവർത്തീകരിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കഴിവിനെ പലരും അവൻ തച്ചുടച്ച് കളയുമ്പോ, നീ കണ്ട സ്വപ്നത്തെ ചവിട്ടി അരയ്ക്കുമ്പോ, ഇന്ന് പകൽ ദൈവാത്മാവിൽ ദൂത് കൈമാറുകയാണ്. സ്വപ്നം കാണിച്ചവൻ നിന്റെ കൂടെയുണ്ട്. വാഗ്ദത്തങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന അദൃശ്യമാകുന്ന ദൈവത്തിന്റെ കരം ഈ പകലിൽ ആർക്കൊക്കെയോ വേണ്ടി ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയോ കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. നിന്റെ സ്വപ്നത്തെ നിവർത്തീകരിക്കുന്ന ഒരു ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഈ പകലിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രണ്ട് കരങ്ങളും അടിച്ച് ആത്മാവിൽ അല്പസമയങ്ങൾ സ്തോത്രം ചെയ്താട്ടെ. വീട്ടിൽ നിന്ന് നിനക്ക് എതിർപ്പുണ്ടോ? അവൻ സ്നേഹിതരിൽ നിന്ന് നിനക്ക് എതിർപ്പുണ്ടോ? സഹോദരങ്ങളിൽ നിന്ന് നിനക്ക് എതിർപ്പുണ്ടോ? അവൻ വിശ്വസിക്കുക, ദൈവത്തിന്റെ അസാധാരണമാകുന്ന സാന്നിധ്യം നിന്നെ ചില മേഖലകളിൽ കൊണ്ടെത്തിക്കാൻ പോകുകയാണ്. ആരും കാണാത്ത പൊട്ടക്കിണറ്റിനകത്ത് കിടന്ന് യോസേഫ് കരയുന്ന കരച്ചിൽ മറ്റാരും കണ്ടില്ലെങ്കിലും ഉയരത്തിലെ ദൈവം അവനെ കാണുന്നുണ്ട്. നീ രഹസ്യമായി കരയുന്നത് കാണുന്നൊരു ദൈവം ഉയരത്തിലുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? രഹസ്യത്തിൽ നീ കരയുന്ന കരച്ചിലിന് പരസ്യമായി ദൈവം മറുപടി അയക്കുമെന്ന് പറയുമോ? ആരൊക്കെയോ രഹസ്യത്തിൽ കരയുന്നുണ്ട്. രഹസ്യത്തിൽ കരയുന്നവരെ വീട്ടുകാർ കാണത്തില്ല. രഹസ്യമായി കരയുന്നവനെ തൊട്ടടുത്ത് കിടക്കുന്നവർ കാണത്തില്ല. പക്ഷെ രഹസ്യത്തിൽ കരയുന്നവരെ ഉയരത്തിലെ ദൈവം കാണുന്നുണ്ട്. അവരെ പരസ്യമായി മാനിക്കുന്ന ഒരു ദൈവത്തിന്റെ കരുണയുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ.